ഒരു നുണ കൊണ്ട് ഒരു യുദ്ധം ജയിക്കാൻ പറ്റുമോ? പറ്റും. നമ്മുടെ ഇതിഹാസത്തിൽ തന്നെ, മഹാഭാരതത്തിൽ തന്നെ അതിനുള്ള ഉദാഹരണമുണ്ട്. ദ്രോണരെന്ന കൗരവപക്ഷത്തിന്റെ സർവസൈന്യാധിപൻ കുരുക്ഷേത്രം മുഴുവൻ പേമാരിയായി പെയ്തിറങ്ങി യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പാണ്ഡവർക്ക് കൗരവരെ തോൽപ്പിക്കാൻ കഴിയില്ല എന്നൊരു അവസ്ഥ സംജാതമായപ്പോൾ ലോകത്തിലെ ഏറ്റവും സത്യസന്ധൻ, ധർമ്മനിഷ്ഠൻ, നുണ പറയാത്തയാൾ എന്ന് പേരുകേട്ട യുധിഷ്ഠിരൻ എന്ന ധർമ്മപുത്രർ കൃഷ്ണന്റെ നിർദ്ദേശപ്രകാരം യുദ്ധഭൂമിയിൽ വെച്ച് ഒരു വലിയ നുണ വിളിച്ചു പറഞ്ഞു. അശ്വത്ഥാമ ഹത, പിന്നെ പതുക്കെ കുഞ്ചര എന്നുകൂടി പറഞ്ഞു. ശരിക്കും ദ്രോണരെ വീഴ്ത്തുന്നതിന് വേണ്ടി കൃഷ്ണന്റെ നിർദ്ദേശപ്രകാരം അശ്വത്ഥാമാവെന്ന പേരായ ഒരാനയെ ഭീമൻ കൊല്ലുന്നു. ഈ ആന കൊല്ലപ്പെട്ട വിവരമാണ് ദ്രോണർ കേൾക്കെ യുധിഷ്ഠിരൻ വിളിച്ചു പറഞ്ഞത്. ആദ്യത്തെ വാചകങ്ങൾ മാത്രമാണ് അദ്ദേഹം ഉറക്കെ പറഞ്ഞത്. അശ്വത്ഥാമ ഹത, കുഞ്ചര എന്ന് പറയുന്ന വാക്ക് അദ്ദേഹം പതുക്കെയാണ് പറഞ്ഞത്. ദ്രോണർ തീർത്ഥട്ടിലിരുന്ന് യുധിഷ്ഠിരന്റെ വാക്കുകളുടെ ആദ്യ ഭാഗം മാത്രമാണ് കേട്ടത്. അശ്വത്ഥാമ ഹത. അദ്ദേഹം കരുതിയത് അദ്ദേഹത്തിന്റെ പുത്രനായ അശ്വത്ഥാമാവ് കൊല്ലപ്പെട്ടു എന്നാണ്. സ്വന്തം പുത്രൻ കൊല്ലപ്പെട്ടു എന്ന് ധരിച്ച ദ്രോണർ ആയുധം ഉപേക്ഷിച്ച് തേർത്തട്ടിലിരിക്കുന്നു. ഈ സമയത്ത് പാണ്ഡവ സൈന്യം അദ്ദേഹത്തെ വളഞ്ഞ് വകവരുത്തുകയാണ് ചെയ്യുന്നത്. അധികാരത്തിനു വേണ്ടി ധർമ്മപുത്രരായ യുധിഷ്ഠിരൻ പോലും നുണ പറഞ്ഞ ചരിത്രവും പാരമ്പര്യവുമാണ് നമുക്കുള്ളത്. അപ്പോൾ അധികാരമെന്ന അപ്പക്കഷ്ണം നുണയാൽ സമ്പത്തും സ്വത്തുമൊക്കെ നേടിയെടുക്കാൻ ഏത് നുണയും ആരും പറയുമെന്ന സാഹചര്യത്തിലാണ് നമ്മളിപ്പോൾ ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. നുണകളെ നുണകളായി തിരിച്ചറിയുക എന്നുള്ളതാണ് വകതിരിവുള്ളവർ കാണിക്കേണ്ടത്.